തിരുവനന്തപുരം പ്രാവശ്ചമ്പലത്ത് 7ഓളം കുടുംബങ്ങൾ വർഷങ്ങളായി ഉപയോഗിച്ചു വന്നിരുന്ന വഴി സ്വകാര്യ കമ്പനി ഗേറ്റിട്ടടച്ചതായി പരാതി. അതായത് വഴി മുടക്കിയിരിക്കുകയാണ്. KR പ്രോപ്പർട്ടീസിനെതിരെയാണ് പരാതി. വഴി അടച്ചതോടുകൂടി 7 കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ട് കഴിയുന്നത്. കിടപ്പു രോഗികൾ ഉൾപ്പെടെ ദുരിതത്തിലായിരിക്കുന്നു. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും നേമം പോലീസ് വഴി തുറന്നു കൊടുത്തില്ല എന്നതാണ് ഇവർ പറയുന്നത്. നമുക്ക് ആദ്യം പ്രതികരണങ്ങൾ കേൾക്കാം. നമ്മളപ്പുറം സ്ഥലമൊക്കെ വിട്ടാണ് രണ്ടുപേരും സ്വരൂപിച്ചാണ് റോഡ് വെട്ടിയത്. റോഡ് വെട്ടി അവർക്കുള്ളത് മാത്രം, ആ സൈഡിലുള്ളവർക്ക് മാത്രമാണ്, ഈ സൈഡിലുള്ളവർക്ക് കൊടുക്കില്ല. അവർ വൻ എമൗണ്ടുകളാണ് മുമ്പേ ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ വസ്തുവും വിട്ടുകൊടുത്ത് പൈസയും കൂടെ കൊടുക്കാൻ നമുക്ക് പറ്റൂലായിരുന്നു. ഈ ഭൂമാഫിയ സംഘമുണ്ട്, അവർക്ക് ഈ വസ്തു ചുളുവിലയ്ക്ക്, അതായത് ഈ വഴി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് നിസ്സാര പൈസയ്ക്ക് വാങ്ങാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം നേമം CI രഗീഷ് എന്ന് പറഞ്ഞ ഒരാളാണ് കൊണ്ട് പരാതി കൊണ്ടെടുത്തപ്പോൾ അയാൾ നിൻ്റെ പരാതി സ്വീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദൂരെ കളഞ്ഞു. ഞാൻ കമ്മീഷൻ ഓഫീസിൽ കൊടുത്തു, അടുത്ത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, മനുഷ്യാവകാശ കമ്മീഷനൊന്നും അയച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും സാധാരണക്കാരാണ്, ഓട്ടോ തൊഴിലാളികളും കിടപ്പ് രോഗികളും ഒക്കെയാണ് ഇവിടെ കൂടുതലുള്ളത്. ഹൈക്കോടതി ഉത്തരവുള്ളതുകൊണ്ട് നടപ്പിലാക്കി തരാൻ വേണ്ടി പല യവന്മാരുടെ മുമ്പിലും വേണം താങ്ങി, പക്ഷേ ഒരു രക്ഷയുമില്ല. അതേസമയം വഴി തങ്ങളുടേതാണെന്നാണ് KR പ്രോപ്പർട്ടീസിന്റെ അവകാശവാദം. അരുൺ സോളമനാണ് ചേരുന്നത്. അരുൺ, ഇതൊരു കേവലം വഴിത്തർക്കമല്ല. 7 കുടുംബങ്ങൾ, അതിൽ രോഗികൾ ഉൾപ്പെടെയുള്ളവരാണ് ദുരിതത്തിലായിരിക്കുന്നത്. കോടതി ഉത്തരവുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇത് നടപ്പാക്കാൻ കഴിയാത്തത്? വിനീത, ഇത് തിരുവനന്തപുരം പ്രാവശ്ചമ്പലത്ത് 3ഉം 4ഉം തലമുറകളായിട്ട് കഴിഞ്ഞ 40 വർഷത്തിലധികമായി താമസിക്കുന്ന 7ഓളം കുടുംബങ്ങളാണ്. അവർ കാലങ്ങളായിട്ട് ഉപയോഗിച്ചു വന്ന വഴി ഒരു സുപ്രഭാതത്തിൽ ഇപ്പോൾ KR പ്രോപ്പർട്ടീസ് കൂട്ടിയടച്ച ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അവിടെ എത്തിയപ്പോൾ ധാരാളം കിടപ്പ് രോഗികൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം 3-4 തലമുറകൾ മാറി ഉപയോഗിച്ചു വന്നിരുന്ന ഒരു വഴിയാണ്. ഇതിൻ്റെ അടുത്ത കാലത്ത് തന്നെ ഒരു കിടപ്പ് രോഗിയെ അവിടെ നിന്ന് വളരെ അത്യാസന്ന നിലയിൽ അറ്റാക്ക് വന്ന സമയത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാനായിട്ട് ആംബുലൻസ് വന്നപ്പോൾ പോലും കടത്തിവിടാനായിട്ട് KR പ്രോപ്പർട്ടീസ് തയ്യാറായില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായിട്ടുള്ള കാര്യം. ഈ വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ തന്നെ ഹൈക്കോടതി ഒരു അനുകൂല ഉത്തരവ് ആ കുടുംബങ്ങൾക്ക് നൽകിയെങ്കിലും ആ ഉത്തരവ് നടപ്പിലാക്കേണ്ടുന്ന നേമം പോലീസ് പോലും മുന്നോട്ട് വരാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പ്രദേശത്തുള്ള താമസക്കാർ മുഖ്യമന്ത്രിക്ക് മനുഷ്യാവകാശ കമ്മീഷനൊക്കെ പരാതി നൽകി കാത്തിരിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലാണ് നിലവിലുള്ള കാര്യങ്ങൾ. ഇതിൽ തന്നെ ഈ പരാതി കൊടുത്തവരെ ഇപ്പോൾ ആൾവിട്ട് കൊട്ടേഷൻ സംഘങ്ങളെ വിട്ട് തന്നെ KR പ്രോപ്പർട്ടീസ് മാരകമായിട്ട് മർദ്ദിച്ചു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഈ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ സമീപത്ത് തന്നെ പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ KR പ്രോപ്പർട്ടീസിന് ഈ ഭൂമി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണമാണ് നാട്ടുകാർ പ്രധാനമായി ഉന്നയിക്കുന്നത്. പക്ഷേ തങ്ങളുടെ ഭൂമി ഇവർക്ക് വിൽക്കാനായിട്ടുള്ള യാതൊരുവിധ ഉദ്ദേശവും ഇല്ല എന്നുള്ളതാണ് ഈ നാട്ടിൽ താമസിക്കുന്ന ഈ കുടുംബങ്ങളൊക്കെയും ഉന്നയിക്കുന്നത്. എന്തായാലും അവർക്ക് നടന്നു പോകേണ്ടുന്ന ഒരു മൗലിക അവകാശമാണ്, നടക്കാനുള്ള അവകാശം. പൊതുനിരത്ത് അവർക്കുള്ള രോഗികൾ ഉൾപ്പെടെയുള്ളവരുടെ വഴി അടച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഏതായാലും ഇതിന്റെ നിയമസാധുത പരിശോധിക്കേണ്ടതുണ്ട്, അവർക്ക് നീതി കിട്ടേണ്ടതുണ്ട്. അരുൺ സോളമൻ വിശദാംശങ്ങൾ നൽകിയിരുന്നു.